അയ്യോ അത് അതിന് വെക്കണമെങ്കിൽ നമ്മുടെ ജാഫർക്കാരുടെ കടയിലെ കപ്പ ബിരിയാണി നല്ല സൂപ്പർ കപ്പ ബിരിയാണി. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ഹോസ്റ്റലിൽ പോയാൽ എനിക്ക് കഴിക്കാൻ പറ്റുമോ? എക്സാം പേപ്പർ ഒക്കെ ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ 2 മാസത്തെ ലീവ് കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ തുറക്കുവാണല്ലോ. അപ്പോൾ തിരിച്ചു പോകണമല്ലോ. അതുകൊണ്ട് നാളെ രാവിലത്തെ ബസ്സിന് പോകണം. അപ്പോൾ ഇന്ന് എന്തിനായിരിക്കും വന്നിരിക്കുന്നതെന്ന് അറിയാലോ. ഇപ്പോൾ ഏകദേശം സമയം കുറേ വൈകി, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലോണം വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാം തലേ ദിവസം ചെയ്യുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പോവാൻ നേരം ആകുമ്പോഴായിരിക്കും എല്ലാം ചടപടിയെന്ന് എടുത്തു വെക്കണം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് വാരിക്കെട്ടി കൊണ്ടുവന്നു. ഒരു ആവേശത്തിന് എല്ലാം കൂടി ഇങ്ങ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി തിരിച്ച് കൊണ്ടുപോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എനിക്ക് എടുത്തോണ്ട് പോകാനുള്ള ശേഷിയില്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ അവിടെ വെക്കാനൊരു സ്ഥലം കിട്ടി. കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തുകൊണ്ട് പോരുമായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോകുമ്പം ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഇനി ഏകദേശം 2 മാസം കൂടി മാത്രമേ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അടുക്കി വരുമ്പോൾ നോക്കാം എത്രയാവും എന്നൊക്കെ. അത് വരുന്ന വഴിക്കേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ഞാൻ സ്ഥിരം കൊണ്ടുവന്ന് ഈ കുഞ്ഞു ബാഗാണ്. ഈ ബാഗ് തന്നെയാണ് ഞാൻ ഇനി എല്ലാം മാറ്റി വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എടുക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിഫോം വേണം. യൂണിഫോം ഇല്ലാതെ അങ്ങോട്ട് പോയി നമ്മളെ കേട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം. ഇതാണ് യൂണിഫോം. യൂണിഫോമിൻ്റെ ടോപ്പ് പാൻറ് കോട്ടൺ. ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ എത്ര നേരത്തെ ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചാലും എവിടെ നടക്കുന്നില്ലല്ലോ. നമ്മൾ ചുമ്മാ പറയുകയല്ലാണ്ട് നടക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി ആ തലേ ദിവസം ചെയ്യുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും. പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും ത്രില്ലില്ല. ഇന്ന് നല്ല തലവേദന എടുക്കുന്നു എനിക്ക്. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് അടിച്ചു വെക്കാൻ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഞാൻ യൂണിഫോം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആദ്യം യൂണിഫോമിന് സാരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാരി ഇപ്പം നിർത്തി. അപ്പോൾ ഞങ്ങൾക്ക് സാരിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ചുരിദാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് സാരി എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 2 മാസം കൂടിയേ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് 2 മാസത്തേക്ക് നമ്മൾ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം, അടുത്ത് വരുമ്പോൾ അറിഞ്ഞൂടാ. അതുകൊണ്ട് യൂണിഫോം എടുത്തു. പിന്നെ ദിസ് ഈസ് മൈ ന്യൂ ടോപ്പ്. എൻ്റെ പുതിയ ടോപ്പാണ്. ഞാൻ ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. കോട്ടനാണ്. നല്ല സുഖമായിട്ട് ഇടാൻ. അങ്ങനെ ഈ ടോപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. അയ്യോ, ഇതിൻ്റെ പാൻ്റ് അപ്പുറത്താണ്. നമുക്ക് അമ്മേനെ വിളിക്കാം. പിന്നെ ഇതെടുത്തേക്കാം. എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് തന്നെ എനിക്ക് അറിഞ്ഞില്ല. നല്ല തലവേദന, നല്ല ക്ഷീണമൊക്കെ ആകുന്നുണ്ട്. ഇനി എന്താണെന്നറിയില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒരു മൂകതയായിരുന്നു. സത്യം പറയാലോ, എനിക്ക് പോവാനേ തോന്നുന്നില്ല. തിരിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നല്ല മടിയുണ്ട്. 2 മാസം വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കോളേജിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യാനാണ്, പോയല്ലേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ വയനാട്ടിലെ കാലാവസ്ഥ പ്രമാണിച്ച് നമ്മൾ സ്വെറ്റർ എടുക്കാൻ മറന്നു പോയത്. ഇത് ഞാൻ എവിടുന്ന് വാങ്ങിയത്? എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിനങ്ങാണ്ട് വാങ്ങിയതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഒരു പൂച്ചക്കുട്ടിയൊക്കെ വരുന്ന നല്ല സ്വെറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. മനസ്സിലായി. ഓക്കെ, സ്വെറ്റർ എടുത്തേക്കാം. എനിക്കത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. മീഷോ ആണോ ഫ്ലിപ്കാർട്ടാണോ? മീഷോയിലാണോ? അപ്പൊ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി സാധനമാണ്. ഫുൾ കൈ വരുന്നുണ്ട്. അതിന്റെ പാൻറ്റും വരുന്നുണ്ട്. ഇതതിന്റെ പാൻറ്, പോക്കറ്റ് ഒക്കെ ഉള്ള ഒരു പാൻറ്. നല്ല തുണിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. ബനിയനാണ്. സൂപ്പർ. അപ്പൊ ഇതും ഞാൻ എടുത്തു. ഞാൻ കുറച്ച് മെലിഞ്ഞ കാരണം എൻ്റെ കോട്ട് ഭയങ്കര വലുതായി. അപ്പം ഞങ്ങളത് കുറച്ച്. ഇപ്പോഴാണത് കറക്റ്റായി. എനിക്ക് ഒത്തിരി കുറച്ചിട്ടുണ്ട്.
ഇവിടെയായിരുന്നു തയ്യലുണ്ടായിരുന്നത്. കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. ഈ ചോക്ക് കൊണ്ട് വരച്ചെടുത്താണ് ഞാൻ കുറച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അത് 1.5 ഇഞ്ച് ഉണ്ടല്ലോ. അപ്പം 3 ഇഞ്ച് കുറഞ്ഞു വണ്ണം. നമ്മുടെ ജാഫർക്കാരുടെ കടയിലെ കപ്പ ബിരിയാണി നല്ല സൂപ്പർ കപ്പ ബിരിയാണി. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ഹോസ്റ്റലിൽ പോയാൽ എനിക്ക് കഴിക്കാൻ പറ്റുമോ? ബിരിയാണി ഇവിടെ വരണ്ടേ കഴിക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ വാങ്ങാൻ പറഞ്ഞു. വീട്ടിലിടാൻ മാത്രമേ ഇപ്പൊ ഡ്രസ് എടുത്തുള്ളൂ. നല്ലതൊന്നും കൊടുത്തില്ല. ഇതൊന്നും പോലെ എന്റെ ചുരിദാറല്ല, ഇതെന്റെ നാത്തൂന്റെ ചുരിദാറാണ്. ഞാനിത് കൊണ്ടുപോവാണ്. നാത്തൂര് ഇവിടെ ഇല്ല. എന്നാലും ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഇടാറുണ്ട്. അതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ. അമ്മേ, മാച്ചിനോട് ഈ ചുരിദാർ ഞാൻ കൊണ്ടുപോയെന്ന് പറയണേ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പൈസ എത്രയാണ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല സുഖമാണ്, നല്ല ചൂടാണ്, അടിപൊളി സോഫ്റ്റാണ്. നല്ല കേട്ടോ. അപ്പൊ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പറക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാഗിനകത്തേക്ക് ഇതെല്ലാം കൂടി വെക്കണം. എന്തൊക്കെയോ സാധനങ്ങൾ ഇന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ. ഈ ഒരു കടയിൽ നിന്ന് എടുത്ത് പ്രിന്റാ. എന്താന്ന് നോക്കട്ടെ. ഈ ഒരു പേസ്റ്റ്, ഇത് പല്ലിൽ തേക്കുന്ന പേസ്റ്റാണ്. സെൻസോഫോമിന്റെ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ പല്ലിന് പുളിപ്പുണ്ടായിരുന്നു എനിക്ക് പണ്ട് എപ്പോഴും. ഇത് ഓൺലൈനിൽ നിന്നല്ല കേട്ടോ, കടയിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ പല്ലിന് എപ്പോഴും പുളിപ്പായിരുന്നു. അപ്പോൾ പല്ലിന് എപ്പോഴും പുളിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരാ പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആരോ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു പേസ്റ്റ്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ പല്ലിന് പുളിപ്പൊന്നും വന്നിട്ടില്ല. അത് പിന്നെ ഞാൻ ഈ ഒരു പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പൈസ കൂടുതലാണ് ഇതിന്. എത്രയാണ്? 103 രൂപയാട്ടോ ഈ പേസ്റ്റിന്. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള പല്ലിന്റെ രഹസ്യം ഈ ഒരു പേസ്റ്റാണ്. ബ്രഷ് വാങ്ങി. ഈ ബ്രഷിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. എന്റെ ബ്രഷ് മൊത്തം പോയി, അതുകൊണ്ട് ഞാൻ പുതിയൊരു ബ്രഷ് വാങ്ങി. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഗുളിക, തലവേദനയുടെ ഐറ്റംസ്, മറ്റേ അമൃതാഞ്ജൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ വാങ്ങിയതല്ല, കടയിൽ നിന്ന് എടുത്താണ്. 2-3 സാധനം ഞാൻ എടുത്തുള്ളൂ, ഒരുപാട് സാധനം എടുത്തില്ല. എനിക്ക് ചേട്ടൻ ഒരു ഹെഡ്സെറ്റ് തന്ന, ചേട്ടൻ അത് എടുത്തിട്ട് നാട്ടിൽ പോയി. അതുകൊണ്ട് എനിക്ക് വേറെ ഹെഡ്സെറ്റ് ഇല്ല. അപ്പം ഞാൻ കടയിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ദിസ് ഈസ് മൈ ന്യൂ ഹെഡ്സെറ്റ്. ഫേസ് വാഷ് വാങ്ങിയില്ല, എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. മാമേർത്തിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ ഹിമാലയയുടെ മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ അതവിടെ തീർന്നു പോയി കഴിച്ചു. അപ്പം മാമേർത്തിൻ്റെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാമേർത്തിൻ്റെ ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളൂ കഴിച്ചു. നമുക്കെല്ലാം ചടപടിയിൽ പറക്കി വെക്കാം. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വെക്കാനുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പപ്പായ സൺസ്ക്രീൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 2 എണ്ണം കോംബോ ആയിരുന്നു. എത്രയായിരുന്നു വില? സത്യം പറഞ്ഞതിൻ്റെ റേറ്റ് ഒന്നും എൻ്റെ ഓർമ്മയിൽ ഇതൊന്നും നിൽക്കില്ല. കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കോംബോ ആയിരുന്നു, ഓഫറായിരുന്നു. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാൻ ഇവിടെ കൊടുത്തു. അതായത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇവിടെ കൊടുത്തു. ഇത് പുതിയതെടുത്ത് ഞാൻ പോവാണ്. ഇത് പൊട്ടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോവാണ് ഗൈസ്. ഇതിൻ്റെ മണം ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണം. നല്ല മണമാണ്. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് അല്ല സൺസ്ക്രീന്, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അങ്ങനെയൊന്നും യൂസ് ചെയ്യാറുണ്ട് കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പണ്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു കടയുണ്ട് പാലാവയിൽ. അപ്പോൾ
ഈ കടയിൽ പോകുമ്പോൾ ഞാൻ ചെറിയ പ്രായം തൊട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞിട്ട് കടയിലേക്കാണ് പോകാറ്. എന്നിട്ട് വൈകുന്നേരം അച്ഛൻ കൂടി വന്ന് ഒന്നിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും, ഞാൻ കടയിലുണ്ടാവും. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ചായ കുടിക്കും, കടയിൽ പോയി ചായ കുടിക്കും. പിന്നെ അങ്ങനെ വാങ്ങി എൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. ഇത് പണ്ട് നമ്മൾ വാങ്ങുന്ന ഓക്കെ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ ഓക്കെ ആണ് ഈ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി തിന്നാൻ പാടില്ല നമ്മൾ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് വന്നപ്പോൾ ഞാനിത് വാങ്ങി 2 എണ്ണം അങ്ങനെ അതുകൊണ്ട്. അപ്പോൾ നമുക്ക് പാക്കിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഏകദേശം കുറേ സമയം പറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം ഞാൻ പറയുന്നില്ല, ഇപ്പോൾ സമയം ഒരുപാട് വൈകി. ഈ ബാഗിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതിനകത്ത് ഒന്നും വെച്ചില്ലെങ്കിൽ കൂടി ബാഗ് ഇങ്ങനെ വീർത്തിരിക്കും. അപ്പൊ കാണുമ്പോഴത്തേക്ക് എന്താ നീ കൊണ്ടുപോകുന്നത്, എന്താ ഇതിനകത്ത് ഇത്രയും സാധനങ്ങളെന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അധികം സാധനങ്ങളൊന്നും എടുക്കാത്ത ടൈമിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ ഒരു ബാഗിന്റെ പ്രത്യേകതയാണത്. പക്ഷെ ഇന്ന് നന്നായിട്ട് വീർത്തുണ്ടാവും, കാരണം ഒരുപാട് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും ഇത് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ചാൽ ഡ്രസ്സെല്ലാം ഞാൻ എടുത്തു, തിന്നാനുള്ളതെല്ലാം എടുത്തു, ബുക്കും പുസ്തകം മാത്രം. ബുക്കും പുസ്തകമൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്, അതിന് കാര്യം ഞാൻ പറന്നേ പോയി. അയ്യോ അതിന് വെക്കണമെങ്കിൽ വേറെ ബാഗ് എടുക്കണം. ഞാൻ ഈ ചേച്ചിയുടെ ബാഗിൽ എടുക്കുക. ഇങ്ങനെയുണ്ട് എൻ്റെ ബാഗ്, ഇന്നല്ല നാട്ടിൻ്റെ ബാഗാണ്. അപ്പോൾ എൻ്റെ ബാഗ് കുറേ പോയി, അപ്പം ഞാൻ ഈ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് ഇവിടെ വെച്ചിട്ട് അതെടുത്തിട്ട് പോകാം. ഇവിടെ തരുമോ? ഇതിനകത്ത് സ്ഥലമുണ്ട്. ചുരിദാറുള്ള ബുക്ക് എടുത്ത് വെക്ക്. ബുക്ക് ഇതിനകത്ത് കൊള്ളിക്കാം. ഒരു ബുക്ക് മതിയോ? ഒരു ബുക്കല്ല, കുറച്ച് പുസ്തകം, ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും. നോട്ട്ബുക്ക് അറിയാണ്ടല്ലോ. കോളേജിലോട്ടാണോ പോകുന്നത്? ആ പൊതി എടുത്തിട്ട് എൻ്റെ ഒരു ബുക്ക്, ഒരു റെക്കോർഡിന് പൊതി ഇടാണ്ട് എടുത്തോണ്ട് റെക്കോർഡ് തുണി. ഇതെൻ്റെ പഴയ ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ബാഗ്. പക്ഷെ ഉണ്ടല്ലോ ഇവിടെ കണ്ടോന്നിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടു. ഞാൻ കുറേ കുറേയല്ല, ഒരു പ്രാവശ്യം ഞാൻ തയ്പ്പിച്ചു. പക്ഷെ ഇനി തയ്പ്പിച്ചാൽ നിൽക്കൊന്നുമില്ല, ഫുള്ള് പിഞ്ചി പോകും. പക്ഷെ നല്ല ബാഗായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ടൊരു സാധനം എടുത്തില്ല. പേഴ്സിലൊന്നും ഇല്ല. പേഴ്സിൽ ATM കാർഡ് ഉണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. ATM കാർഡ് ഉണ്ട്. പിന്നെ എന്താണ്, വേറൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ ഇതെന്താന്ന് നോക്കട്ടെ, ഇത് ടാസ്ക് ഒക്കെയാണ് ഞങ്ങളുടെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ, എക്സാം പേപ്പർ ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതൊക്കെ ആർക്കാ കാണണ്ടല്ലേ, എന്നൊരു കാര്യമില്ല. മക്കളെ നിങ്ങളുടെ കുറച്ച് പേരുടെ എക്സാം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തോ വാങ്ങേണ്ട ബില്ലാണ്. നമ്മുടെ മിന്റ് മാളിൽ നിന്ന് എന്തോ സാധനം വാങ്ങിയപ്പോൾ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ നിന്ന് എന്തോ സാധനം വാങ്ങിയതിൻ്റെ ബില്ലാണ്. ഇതിലില്ല, എല്ലാം മാഞ്ഞിപ്പോയി. ലൈബ്രറി കാർഡ് ഇതുകൊണ്ട് ബ്രണ്ണൻ കോളേജിന്റെ ഓർമ്മയ്ക്കാണ് ഈ സാധനം. എൻ്റെ ബ്രണ്ണനിൽ ഞാൻ PG പഠിച്ചപ്പോൾ ഉള്ള ഫ്രണ്ട്സാണ് ഇതൊക്കെ. ഇത് എന്തോ തപ്പിയ കൂട്ടത്തിൽ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ എന്തോ എടുത്ത സമയത്ത് കിട്ടിയതാണ്. പിന്നെ കോളേജിൻ്റെ ID കാർഡ്. ഇതൊന്നും ഞാൻ കളയില്ല, എനിക്കൊരു സ്വഭാവമുണ്ട് എല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ളത്. അങ്കമാടിയിലെ ബുക്ക് എടുത്ത് തരണം. വേണ്ട, നമ്മൾ സൂക്ഷിച്ച് വെക്കണം. മുത്തുക്കൂടെയുള്ള അതല്ലേ ആ പാട്ടില്ലേ, അതൊക്കെ ഉണ്ട് അതിനകത്ത്, അതോട് വെച്ചേര് സൂക്ഷിച്ച്. അത് അവിടെ ഇരുന്നോട്ടെ. മുറ്റത്തുണ്ട് തേമാവ്, അത് തൊട്ട് തേമാവ്, മാമ്പഴമുണ്ട് കൊമ്പത്ത്, മാണിക്കുമുണ്ട് കൊമ്പത്ത്, എങ്ങനെയല്ല ചുണ്ടത്ത്, എങ്ങനെ വന്നു തേന്തുള്ളി. ലഗേജ് എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോഴേ ബസ്സിൽ തിരക്കും കൂടെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സീറ്റും കിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ആ ഒരു
ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അവിടെ ഹോസ്റ്റലിൽ കണ്ണാടി ഒന്നുമില്ല. അപ്പം ഞാൻ ഒരു കണ്ണാടി എടുക്കുന്നത് ഞാൻ വേർത്ത് പോയി സത്യം പറയാലോ മടുത്തു. അപ്പം ഇത് അതേപോലെ അങ്ങ് എടുക്കാൻ മതി എന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്താണ് ഞാൻ ഇട്ട് വെക്കുക. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ 3 ബാഗിലായിട്ടാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചില്ല, ഇതാണ് ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവരുള്ളത്. അപ്പം ഞാനത് പാക്ക് ചെയ്ത് ഒതുക്കി കുഞ്ഞു ബാഗുകളാക്കി 3 ബാഗാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാളെ എങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എങ്ങനെയും പോയേ പറ്റുള്ളൂ. മഴയാണ്, വലിയ മഴ വരുന്നുണ്ട്. അങ്ങനെ പോകും ഈശ്വര. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പോയിട്ട് വലുതും കഴിക്കട്ടെ. വലുതല്ല, കപ്പ് ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. ഞാൻ ബീഫ് കൂട്ടാത്തതുകൊണ്ട് ജാഫർക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കപ്പ ബിരിയാണി തരും. അപ്പം അതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.